പരിശുദ്ധാത്മാവ് നമ്മളുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഭയപ്പെടുക എന്ന് പറയുന്നത് അതൊരു ദൈവിക നന്മയായി കാണുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വചനമാണ് നമ്മൾ വായിച്ചത്. റോമ 11:20. അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. നമ്മളുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ അല്പം ഭയമുള്ളത് നല്ലതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം, മാതാപിതാക്കളെക്കുറിച്ചുള്ള ഭയം, അധ്യാപകരോടുള്ള ഭയം, ഇതൊക്കെ അഹങ്കാരമില്ലാതെയാക്കാൻ നല്ലതാണ്. സ്കൂളിലിരിക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകനെ ഭയമുള്ളത് കുറച്ച് നല്ലതാണ്. അവൻ്റെ അഹങ്കാരം, കുഞ്ഞുനാൾ മുതലുള്ള അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഈഗോയിസത്തിൻ്റെ കൊമ്പൊടിക്കാൻ ആ ടീച്ചറിനോടുള്ള ആ ഭയം നല്ലതാണ്. ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കലി അവനെ നശിപ്പിച്ചു കളയുന്ന ഒരു ഭയമല്ല, മറിച്ച് തെറ്റായ കാര്യം ചെയ്താൽ എനിക്ക് തട്ടുകേടുണ്ടാകും എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ നിന്നുള്ള ഭയം, അത് നല്ലതാണ്. അവൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാണ്. ആ ഭയ ഇല്ലായ്മ ചിലപ്പോൾ ചില മേഖലകളിൽ അവൻ എന്നേക്കുമായി വളരാതിരിക്കാൻ കാരണമാകും. അവൻ്റെ എളിമ ഒരിക്കലും വളരില്ല. ചില കാര്യങ്ങൾ പഠിക്കാൻ അവനൊരിക്കലും സാധിക്കത്തില്ല. ചില കാര്യങ്ങൾ കാണുക പോലും ഇല്ല. അശ്രദ്ധമായി വിട്ടുപോകുന്നു. അശ്രദ്ധമായി വഴിയരികു പോലുള്ളൊരു ജീവിതമായി അവൻ്റേത് മാറിപ്പോകും. അപ്പോൾ ചില നേരങ്ങളിൽ ഭയമുള്ളത് നമ്മളുടെ അഹങ്കാരം മാറ്റാനായിട്ട് നല്ലതാണ്, വളർച്ചയ്ക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഭയങ്ങൾ, കുഞ്ഞു കുഞ്ഞു പേടികളുള്ളത് വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്തൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവന് ആ ഭാവി ശുഷ്കമായി പോകുമെന്നുള്ളൊരു ഭയം അവനുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കാനുള്ള ഒരാഗ്രഹം അവന് വരും, അല്ലെങ്കിൽ പഠിക്കണമെന്നുള്ളൊരു ബോധ്യം അവന് ലഭിക്കും. പഠിക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്നുള്ളൊരു തോന്നൽ അവനുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്ങൾ നല്ലതാണ്. അഹങ്കാരം ഇല്ലാതെയാക്കുന്ന ഭയം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അഹങ്കാരം ഇല്ലാതെയാക്കുന്ന ഭയങ്ങൾ കൊണ്ട്, പരിശുദ്ധാത്മ ഭയങ്ങൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.